കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ പരസ്യ വിചാരണയുമായി LDFന്റെ സത്യഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ യോജിച്ച പ്രക്ഷോഭത്തിന് ഇറങ്ങാത്ത UDFനെയും കടന്നാക്രമിച്ചു. LDFുമായി യോജിച്ച സമരത്തിന് ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേന്ദ്ര അവഗണന എന്താണെന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ വെല്ലുവിളി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സമരത്തിനാണ് പാളയം രക്തസാക്ഷി മണ്ഡപം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. 10 മണി മുതൽ 5 മണി വരെ നീണ്ട സത്യാഗ്രഹ സമരത്തിൽ ആദ്യാവസാനം വരെ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. 1.5 മണിക്കൂറോളം നീണ്ട ഉദ്ഘാടന പ്രസംഗത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. കേരളം നടത്തുന്നത് അതിജീവനത്തിന്റെ പോരാട്ടമാണെന്നും അസാധാരണ സാഹചര്യമാണ് സംസ്ഥാനത്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം പകപോക്കൽ നടപടി സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് പിന്തുണ എന്ന നിലയിൽ കേരളത്തെയും കേരള ഗവൺമെന്റിനെയും വലിയ തോതിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അത്യന്തം നിർഭാഗ്യകരമായ ഒരു നിലപാടാണ്. ഇത്തരമൊരു പോരാട്ടത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വന്നിട്ടുള്ളൂ. നമ്മുടെ നാടിൻ്റെയും ജനതയുടെയും അതിജീവനത്തിൻ്റെ പോരാട്ടമായാണ് ഇതിനെ കാണേണ്ടത്. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും ഒരുമിച്ച് സമരത്തിനല്ല BJPക്കൊപ്പം ചേർന്ന് കേരളത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി UDFനെ കടന്നാക്രമിച്ചു. നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ ശബ്ദമുയർത്താൻ അവർ തയ്യാറല്ല. മാത്രമല്ല, LDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന കാലം ഇവിടെ നാട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന ഹീനബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സമീപനമാണ് അവർ തുടരുന്നത്. കേരളത്തിൽ ഭരണം നേടുമെന്ന തിരുവനന്തപുരത്തെ അമിത്ഷായുടെ അവകാശവാദത്തിനും സമരവേദിയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. സംസ്ഥാനത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിദൂര ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം അദ്ദേഹം കാണുന്നതായി കണ്ടിട്ടുണ്ട്. കേരളത്തെ ശ്വാസം മുട്ടിച്ച് നശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാനാണ് അദ്ദേഹവും കേന്ദ്ര സർക്കാരും തയ്യാറാകേണ്ടത്. അദ്ദേഹം കാണുന്ന സ്വപ്നമൊന്നും കേരള മണ്ണിൽ യാഥാർത്ഥ്യമാകുന്ന ഒന്നല്ല എന്നത് അദ്ദേഹം കാണണം. സ്വപ്നലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഈ തെറ്റായ നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഡൽഹിയിൽ പോയി മോദിയുമായി സെറ്റിൽ ചെയ്യുന്ന പിണറായി സർക്കാരുമായി സമരത്തിനില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത്ഷായുടെ മുന്നിലും ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത്. അതിന്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ. അവർ പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും അകത്തുപോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണിത്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇവരുടെ കൂടി പോയാൽ, സമരം ചെയ്യാൻ പോയാൽ ഞങ്ങൾ കൂടി വഷളാവും. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട BJP സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര വിഹിതത്തിലെ കണക്കിൽ സംവാദത്തിന് വെല്ലുവിളിച്ചു. 10 കൊല്ലം മുമ്പേ നിങ്ങൾക്ക് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിച്ച ഒരു അവസരം തന്നു, 2 അവസരം തന്നു. ഇനി ദയവ് ചെയ്ത് കേരള ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചാലഞ്ച് ചെയ്യരുത്, ചോദിക്കരുത്. അവരെ വിഡ്ഢിയാക്കുന്ന നിങ്ങളുടെ ശ്രമം നിർത്തണം. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ തുടക്കമായി പാളയത്തെ സത്യാഗ്രഹത്തെ കാണാം. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ പതറിയ മുന്നണിയെ സർവ്വസജ്ജരാക്കുകയെന്ന ലക്ഷ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രി നേതൃത്വം നൽകിയ സമരത്തിന്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.